പ്രിയപ്പെട്ട കുട്ടികളെ, ഫിസിക്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൂന്നാമത്തെ അധ്യായത്തിലെ 7ാമത്തെ ക്ലാസ്സിലേക്കാണ് നമ്മൾ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിലെ അസൈൻമെൻറ്റ് നിങ്ങൾക്ക് ഓർമ്മ കാണുമല്ലോ. ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 75, ചോദ്യം 10, 11, 12, 13 ഇവയുടെ എല്ലാം ഉത്തരങ്ങൾ സയൻസ് ഏരിയയിൽ ഉണ്ടാകും. ശരിയല്ലേ? നമുക്ക് അതിൻ്റെ ഉത്തരങ്ങൾ നോക്കാം. ശരി ആൻസേഴ്സ് ഞാനിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാം. നിങ്ങളുടെ ഉത്തരവുമായി താരതമ്യം ചെയ്യുക. സംശയങ്ങൾ നിങ്ങളുടെ തന്നെ ടീച്ചേഴ്സുമായി ഡിസ്കസ് ചെയ്യുക. നമുക്ക് ഈ ക്ലാസ്സിൽ ഒരു പരീക്ഷണത്തോടെ തുടങ്ങാം. ഈ ക്ലാസ് തുടങ്ങുന്നത് ഒരു പരീക്ഷണത്തോടു കൂടിയാണ്. നിങ്ങൾക്കെല്ലാവർക്കും പരീക്ഷണം ചെയ്യുന്നത് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഇന്ന് നമ്മളൊരു പരീക്ഷണത്തോടു കൂടി ഈ ക്ലാസ് ആരംഭിക്കുന്നത്. ഇഷ്ടമല്ലേ പരീക്ഷണം? അതെ, ഇഷ്ടമാണ്. നമുക്ക് പരീക്ഷണം ചെയ്യാം. നിങ്ങൾക്ക് ഈ പരീക്ഷണത്തിനുള്ള അറേഞ്ച്മെൻറ്റ് നിങ്ങൾക്ക് കാണാം. ഇതൊരു ബാറ്ററി എലിമിനേറ്ററാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങളുടെ സ്കൂൾ ലാബുകളിൽ ഇത് ഉണ്ട്. ഇത് പല വോൾട്ടേജിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ 12 വോൾട്ടിൽ സെറ്റ് ചെയ്തിരിക്കുന്നു. പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് സ്വിച്ചിലേക്കും സ്വിച്ചിൽ നിന്ന് നിങ്ങൾക്ക് കാണാം ഒരു സോളിനോയിഡിലേക്കും ഘടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് സർക്യൂട്ട് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നു. അങ്ങനെ ഇതൊരു ക്ലോസ് സർക്യൂട്ടായി മാറിയിരിക്കുന്നു. നിങ്ങൾക്കറിയാമല്ലോ, ക്ലോസ് സർക്യൂട്ടിൽ മാത്രമേ വൈദ്യുതി ഒഴുകുകയുള്ളൂ. ഓക്കെ, ഇനി നിങ്ങൾക്ക് കാണാം വേറൊരു കോയിൽ. ഇത് ഒരു കോയിൽ അല്ലെങ്കിൽ ഒരു സോളിനോയിഡ്, ഇത് വേറൊരു സോളിനോയിഡ് അല്ലെങ്കിൽ കോയിൽ. ഈ കണക്ഷൻ നമുക്ക് ശ്രദ്ധിക്കാം. ഇവിടെ നിന്ന് ഗാൽവനോമീറ്ററിലേക്ക് ഇതിലും ഘടിപ്പിച്ചിരിക്കുന്നു. ഈ പരീക്ഷണത്തിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്
ഈ രണ്ട് കോയിലുകളും തമ്മിൽ പരസ്പരം ബന്ധിപ്പിച്ചിട്ടില്ല. ഈ രണ്ട് കോയിലുകളും തമ്മിൽ പരസ്പരം ബന്ധിപ്പിച്ചിട്ടില്ല. ദർ ഇസ് നോ മെറ്റാലിക് കോണ്ടാക്ട് ബിറ്റ്വീൻ ദീസ് ടു കോയിൽസ്. അപ്പോൾ ഈ സ്വിച്ച് ഓൺ ചെയ്താൽ നിങ്ങൾക്കറിയാം ഉറപ്പായിട്ടും ഇതിലൂടെ കറണ്ട് ഒഴുകും. ഈ സ്വിച്ച് ഓൺ ചെയ്താൽ കറണ്ട് ഒഴുകുന്ന ഈ കോയിലിനെ നമുക്ക് ഇൻപുട്ട് കോയിലെന്നോ പ്രൈമറി കോയിലെന്നോ വിളിക്കാം. കോയിൽ 1 അല്ലെങ്കിൽ ഇൻപുട്ട് കോയിൽ അഥവാ പ്രൈമറി കോയിൽ എങ്ങനെ വേണമെങ്കിലും വിളിക്കാം. ഇനി ഈ കോയിലിനെ നമുക്ക് സെക്കൻഡറി കോയിൽ അഥവാ ഔട്ട്പുട്ട് കോയിൽ എന്ന് വിളിക്കാം. ഞാൻ ചെയ്യാൻ പോകുന്ന പ്രവർത്തനം ശ്രദ്ധിക്കുക. ഈ കോയിലിനെ, അതായത് ഇൻപുട്ട് കോയിലിനെ, പ്രൈമറി കോയിലിനെ ഈ സെക്കൻഡറി കോയിലിനകത്തേക്ക് വെക്കുകയാണ്. ഇപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക, ഇത് ഇൻസുലേറ്റഡ് കോപ്പർ വയറാണ്, ഇതും ഇൻസുലേറ്റഡ് ആണ്. അപ്പോൾ ഇവ തമ്മിൽ ഒരു മെറ്റാലിക് കോണ്ടാക്റ്റ് ഇല്ല എന്ന് പറയാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ സർക്യൂട്ടിനെ സംബന്ധിച്ചിടത്തോളം. ഞാൻ ഈ DC സ്രോതസ് ഓൺ ചെയ്യുന്നു. ഓൺ ചെയ്തു. ഇവിടെ ഒരു സ്വിച്ച് ഉണ്ടല്ലോ. സ്വിച്ച് ഓൺ ചെയ്താൽ മാത്രമേ സർക്യൂട്ടിലൂടെ വൈദ്യുതി പ്രവഹിക്കുകയുള്ളൂ. ഞാൻ ഈ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഈ ഗാൽവനോമീറ്ററിലെ നീഡിലിൻ്റെ ഡിഫ്ലക്ഷൻ ശ്രദ്ധിക്കുക. ഓക്കെ, സ്വിച്ച് ഓൺ ചെയ്തു. ഞാൻ സ്വിച്ച് ഓൺ ചെയ്യുന്നു. ശ്രദ്ധിക്കുക, ഒരു ഡിഫ്ലക്ഷൻ കണ്ടല്ലോ അല്ലേ? ഒരു മൈന്യൂട്ട് ഡിഫ്ലക്ഷൻ കാണുന്നു. ഞാൻ ഈ സ്വിച്ച് ഓൺ ചെയ്തിരിക്കുകയാണ്. പ്രൈമറി സർക്യൂട്ടിലൂടെ കറണ്ട് ഒഴുകുകയാണ്. ഇതെന്ത് കറണ്ടാണ്? DC അഥവാ നേർധാര വൈദ്യുതി. ഇപ്പോൾ നിങ്ങൾ ഗാൽവനോമീറ്ററിൽ ഡിഫ്ലക്ഷൻ കാണുന്നുണ്ടോ? ശ്രദ്ധിച്ചു നോക്കിയേ. പുറകിലുള്ള ആൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല അല്ലേ? അതായത് ഈ ഔട്ട്പുട്ട് കോയിലിൽ അഥവാ സെക്കൻഡറി കോയിലിൽ വൈദ്യുതി ഒഴുകുന്നില്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം? അതെ. ഇനി ഞാൻ സ്വിച്ച് ഓഫ് ചെയ്യുന്നു. ശ്രദ്ധിക്കൂ, എന്താണ് നിങ്ങൾ കണ്ടത്? ഞാൻ ഒന്നുകൂടി കാണിക്കാം. സ്വിച്ച് ഓൺ ചെയ്തു, സ്വിച്ച് ഓഫ് ചെയ്തു. കാണുന്നുണ്ടല്ലോ. സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ നിങ്ങളൊരു ഡിഫ്ലക്ഷൻ കണ്ടു. സർക്യൂട്ടിൽ സ്വിച്ച് ഓൺ ചെയ്ത് തന്നെ ഇരുന്നാൽ ഡിഫ്ലക്ഷൻ ഉണ്ടോ അവിടെ? ഇല്ല. സ്വിച്ച് ഓഫ് ചെയ്യുന്നു, വീണ്ടും നിങ്ങൾ ഡിഫ്ലക്ഷൻ കണ്ടു. ഗാൽവനോമീറ്റർ ഡിഫ്ലക്ഷൻ ശ്രദ്ധിച്ചല്ലോ. അതെ, നിങ്ങളെല്ലാവരും കണ്ടു. നമ്മൾ എന്താണ് മനസ്സിലാക്കിയത്? ഈ സർക്യൂട്ടിൽ സ്വിച്ച് ഓൺ ചെയ്ത സമയത്ത്, ആ ഇൻസ്റ്റൻറ്റിൽ നിങ്ങൾക്ക് ഗാൽവനോമീറ്റർ ഡിഫ്ലക്ഷൻ ഉണ്ടായതായി മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഡിഫ്ലക്ഷൻ ഉണ്ടാവുകയും ദർ ഇസ് എ മൊമെൻ്ററി ഡിഫ്ലക്ഷൻ. അതായത് മൊമെൻ്ററി ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫ്ലക്ഷൻ ഉണ്ടാവുകയും 0 വരികയും ചെയ്തു. എന്നാൽ സ്വിച്ച് ഓൺ ചെയ്ത നിലയിൽ പ്രൈമറി സർക്യൂട്ട് സെറ്റ് ചെയ്തപ്പോൾ അവിടെ ഡിഫ്ലക്ഷൻ ഒന്നും കാണാൻ സാധിച്ചില്ല. സ്വിച്ച് ഓഫ് ചെയ്തപ്പോഴോ എന്ത് സംഭവിച്ചു? വീണ്ടും ഡിഫ്ലക്ഷൻ ഉണ്ടായി. അതും ഒരു മൊമെൻ്ററി ഡിഫ്ലക്ഷൻ ഉണ്ടാവുകയും അത് 0 വരികയും ചെയ്തു. ഞാൻ ഈ പ്രവർത്തനം തന്നെ കുറച്ചുകൂടി വ്യത്യസ്തമായ രീതിയിൽ നിങ്ങൾക്ക് കാണിക്കാൻ പോവുകയാണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതെന്താണ്? ഇതൊരു പച്ചരിമ്പ് കഷ്ണമാണ്. എൻ്റെ സൗകര്യത്തിനായി ഞാനിങ്ങനെ വച്ചിരിക്കുന്നതേ ഉള്ളൂ. ഇതൊരു പച്ചരിമ്പ് കഷ്ണമാണ്. പച്ചരിമ്പ് കഷ്ണത്തിന് പെർമിയബിലിറ്റി വളരെ കൂടുതലാണെന്ന് നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ് പെർമിയബിലിറ്റി? ഫ്ലക്സ് ലൈനുകളെ ഇതിനകത്തേക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള കഴിവ്, അതല്ലേ പെർമിയബിലിറ്റി. ഞാൻ ഈ പച്ചരിമ്പ് കഷ്ണത്തെ എന്താണ് ചെയ്യുന്നത്? പ്രൈമറിയുടെ അകത്തേക്ക് വെക്കുകയാണ്. നമുക്ക് ഈ പരീക്ഷണം ആവർത്തിക്കാം. ഗാൽവനോമീറ്റർ ഡിഫ്ലക്ഷൻ ശ്രദ്ധിക്കുക. പ്രൈമറിയിൽ DC സർക്യൂട്ട് ഞാൻ ആ സർക്യൂട്ടിൽ സ്വിച്ച് ഓൺ ചെയ്യുന്നു. ഡിഫ്ലക്ഷൻ ശ്രദ്ധിച്ചോ? വ്യത്യാസം മനസ്സിലാക്കുക. നേരത്തെ നിങ്ങളൊരു ഡിഫ്ലക്ഷൻ കണ്ടു, ഇപ്പോഴത്തെ ഡിഫ്ലക്ഷനും കണ്ടു. അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കുക. ആ ചോദ്യങ്ങൾക്ക് ഞാൻ വീണ്ടും ചോദ്യങ്ങൾ ചോദിക്കും. ഇതിനെ ബേസ് ചെയ്തുള്ള ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾ പറയേണ്ടതാണ്. സ്വിച്ച് ഓൺ എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഡിഫ്ലക്ഷൻ ഉണ്ടോ ഇവിടെ? ഗാൽവനോമീറ്റർ നീഡിൽ കാണുന്നുണ്ടോ? ഇല്ല. അതായത് സെക്കൻഡറി സർക്യൂട്ടിൽ സെക്കൻഡറി കോയിലിലൂടെ വൈദ്യുതി ഒഴുകുന്നില്ല. അപ്പോൾ ഞാൻ പ്രൈമറി സർക്യൂട്ട് ഓൺ ചെയ്യുകയാണ്. DC സ്രോതസ് ഓൺ ചെയ്തു. സ്വിച്ച് ഓൺ ചെയ്തു.
ഡിഫ്ലക്ഷൻ കണ്ടോ? ഇപ്പോഴുള്ള ഡിഫ്ലക്ഷൻ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമല്ലോ. നേരത്തെ ഉള്ള ഡിഫ്ലക്ഷനും നിങ്ങൾ കണ്ടതാണ്. ഇവ തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ ഓർത്തിരിക്കുക. ഇപ്പോൾ സ്വിച്ച് ഓൺ ചെയ്ത അവസ്ഥയിലാണ്. ഗാൽവനോമീറ്റർ നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ്? സെക്കൻഡറി കോയിലിലൂടെ കറണ്ട് അല്ലെങ്കിൽ സെക്കൻഡറി സർക്യൂട്ടിലൂടെ വൈദ്യുതി എന്ത് ചെയ്യുന്നില്ല? ഒഴുകുന്നില്ല. ഞാൻ സ്വിച്ച് ഓഫ് ചെയ്യുന്നു. എന്താണ് നമ്മൾ കണ്ടത്? വീണ്ടും ഡിഫ്ലക്ഷൻ ഉണ്ടായി. ഡിഫ്ലക്ഷൻ്റെ എന്ത് വ്യത്യാസമാണ് ഉണ്ടായത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ അതൊന്നുകൂടി കാണിക്കാം. ഓൺ ചെയ്തു, ഓഫ് ചെയ്തു. ഡിഫ്ലക്ഷൻ്റെ വശം കൂടി, സൈഡ് കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഓൺ ചെയ്തു, ഡിഫ്ലക്റ്റ് ചെയ്തു, 0-ൽ വന്നു. ഓഫ് ചെയ്തു, മറു സൈഡ് ഡിഫ്ലക്റ്റ് ചെയ്തു, 0-ലേക്ക് വന്നു. ഓക്കെ. ഒരു പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിൽ ഇങ്ങനെ ഒരു പച്ചരിമ്പ് കഷ്ണം കിട്ടിയില്ല എങ്കിൽ എളുപ്പത്തിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇതറിയാമല്ലോ, ഈ ആണി ഉപയോഗിച്ച് നമുക്ക് ഈ പരീക്ഷണം ഒന്ന് ചെയ്ത് നോക്കാം. ഞാൻ ഈ സോഫ്റ്റ് അയൺ പീസിന് പകരം ആണി ഉപയോഗിക്കുകയാണ്. നിങ്ങൾ കാണാം, ഞാൻ പ്രൈമറി കോയിലിനകത്തേക്ക് ഇതിടുകയാണ്. നമുക്ക് പരീക്ഷണം ആവർത്തിക്കാം. കാണുന്നുണ്ടോ? എന്താണ് നമ്മൾ മനസ്സിലാക്കിയത്? ഇതിന് പകരം ആണി ഉപയോഗിച്ചാലും നിങ്ങൾക്ക് ഈ പരീക്ഷണം ചെയ്യാവുന്നതാണ്. നമ്മൾക്ക് ഈ പരീക്ഷണത്തിലേക്ക് വരാം. ഇവിടെ ഈ 2 കോയിൽ, കറണ്ട് കൊടുത്ത കോയിലിനെ ഞാൻ പ്രൈമറി കോയിൽ എന്ന് വിളിച്ചു. കറണ്ട് ലഭിച്ച, ഇൻഡ്യൂസ് ചെയ്ത കോയിലിനെ, കറണ്ട് ലഭിച്ചത് കൊണ്ടാണല്ലോ ഗാൽവനോമീറ്റർ നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്തത്. കറണ്ട് ലഭിച്ച ഈ കോയിലിനെ ഞാൻ സെക്കൻഡറി കോയിൽ എന്ന് വിളിച്ചു. ദർ ഇസ് നോ മെറ്റാലിക് കോൺടാക്ട് ബിറ്റ്വീൻ പ്രൈമറി ആൻഡ് സെക്കൻഡറി കോയിൽ. എങ്കിലും പ്രൈമറിയിൽ കൊടുത്ത വൈദ്യുതോർജ്ജം നമുക്ക് സെക്കൻഡറി ലഭിച്ചല്ലോ, ശരിയല്ലേ? തുടർച്ചയായി ലഭിച്ചോ? ഇല്ല. എപ്പോഴൊക്കെയാണ് ലഭിച്ചത്? സ്വിച്ച് ഓൺ ചെയ്ത സമയത്ത്. നിങ്ങൾക്കറിയാം, ഇത് സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ഇതിലൂടെ വൈദ്യുതി പ്രവഹിക്കും, കാന്തിക മണ്ഡലമുണ്ടാകും, കാന്തിക ഫ്ലക്സ് ഉണ്ടാകും. നിങ്ങൾക്കറിയാവുന്നതാണ്, സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഇതിലൂടെ, സോളിനോയിഡിലൂടെ വൈദ്യുതി പ്രവഹിക്കുകയും ഇതൊരു താൽക്കാലിക കാന്തമായി വർത്തിക്കുന്ന കാര്യം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ഇതൊരു താൽക്കാലിക കാന്തമായി. സ്വിച്ച് ഓഫ് ചെയ്യുന്ന സമയത്താണെങ്കിലോ വൈദ്യുതി നിലയ്ക്കുന്നു, ആ കാന്തശക്തി ഇല്ലാതാകുന്നു. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പക്ഷേ സ്വിച്ച് ഓൺ ചെയ്ത സമയത്ത് മാത്രം ഇവിടെ ഫ്ലക്ച്വേഷൻ ഉണ്ടായി അല്ലെങ്കിൽ ഡിഫ്ലക്ഷൻ ഉണ്ടായി. സ്വിച്ച് ഓൺ ചെയ്ത അവസ്ഥയിൽ ഡിഫ്ലക്ഷൻ ഉണ്ടായില്ല ഗാൽവനോമീറ്റർ നീഡിലിന്. സ്വിച്ച് ഓഫ് ചെയ്ത സമയത്തും ഡിഫ്ലക്ഷൻ ഉണ്ടായി ഓപ്പോസിറ്റ് സൈഡിൽ. അങ്ങനെയല്ലേ നമ്മൾ കണ്ടത്? അതിന് കാരണം എന്തായിരിക്കും? ആർക്കെങ്കിലും പറയാമോ? ഒന്ന് ശ്രമിച്ചു നോക്കൂ. ഓക്കെ, അതെ, ഞാനതൊന്നുകൂടി വിശദീകരിക്കാം. അതിൻ്റെ വിശദീകരണം ഇവിടെ പ്രൈമറി സർക്യൂട്ടിൽ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ കറണ്ട് 0-ൽ നിന്ന് മാക്സിമത്തിലേക്ക് ഇൻക്രീസ് ചെയ്യുന്നു. ആ 0-ൽ നിന്ന് മാക്സിമത്തിലേക്ക് ഇൻക്രീസ് ചെയ്യാൻ കുറച്ച് ഫ്രാക്ഷൻ ഓഫ് ടൈം വേണ്ടി വരും. ആ സമയത്ത് ഇവിടെ ഉണ്ടാകുന്ന കാന്തിക ഫ്ലക്സും ഇൻക്രീസ് ചെയ്യുന്നു. അതായത് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാകുന്നു. ആ ചേഞ്ച് ഉണ്ടാകുന്ന ഫ്ലക്സിലാണ് എന്തിരിക്കുന്നത്? ഈ പ്രൈമറി കോയിലും സെക്കൻഡറി കോയിലും ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സെക്കൻഡറി കോയിൽ ഇരിക്കുന്നത് പ്രൈമറി കോയിലിലെ ചേഞ്ചിങ് ഫ്ലക്സിലാണ്. സോ വെനെവർ എ കോയിൽ ഈസ് കെപ്റ്റ് ഇൻ എ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫ്ലക്സ്, അവിടെ എന്തുണ്ടാവുമെന്നാണ് നമ്മൾ പഠിച്ചത്? അതെ, ഇൻഡ്യൂസ്ഡ് ഇ എം എഫും ഇൻഡ്യൂസ്ഡ് കറണ്ടും. സോ ആൻ ഇ എം എഫ് ഇസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ സെക്കൻഡറി കോയിൽ. ദിസ് ഫിനോമിനൻ ഈസ് കോൾഡ് മ്യൂച്വൽ ഇൻഡക്ഷൻ. ഈ പ്രതിഭാസത്തെയാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഞാനൊന്ന് വിശദീകരിക്കാം. സമീപസ്ഥങ്ങളായ 2 കോയിലിൽ, അതിലെ പ്രൈമറി കോയിലാണ് നമ്മൾ വൈദ്യുതി ഘടിപ്പിച്ചിരിക്കുന്നത്. ഈ പ്രൈമറി കോയിലിൽ വൈദ്യുതിക്ക് മാറ്റമുണ്ടാകുമ്പോൾ ഫ്ലക്സിന് വ്യതിയാനമുണ്ടാകുന്നു. ആ വ്യതിയാനമുണ്ടാകുന്ന ഫ്ലക്സിൽ സെക്കൻഡറി കോയിൽ ഇരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന സെക്കൻഡറി കോയിലിൽ
ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുന്നു, അതോടൊപ്പം തന്നെ ഒരു വൈദ്യുതി ഒഴുകുകയും ചെയ്യുന്നു. ഈ പ്രതിഭാസത്തെയാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അത് ഞാൻ ഒന്നുകൂടി വിശദീകരിക്കാം. We have two coils which are kept very close to each other and there is a change in current in the primary coil. As a result, the magnetic flux changes and the secondary coil is kept in the changing magnetic flux of the primary. As a result, an EMF is induced in the secondary coil. So a current flows through the secondary circuit. This phenomenon is called mutual induction. മനസ്സിലായോ? വീണ്ടും ഒരു ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാം. സ്വിച്ച് ഓൺ ചെയ്തിരുന്ന അവസ്ഥയിൽ എന്തുകൊണ്ട് ഗാൽവനോമീറ്റർ നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്തില്ല? അതിന് കാരണം എന്തായിരിക്കും? കാന്തിക ഫ്ലക്സ് ഉണ്ടായില്ലേ? ഉണ്ടായി. കാന്തിക ഫ്ലക്സ് ഉണ്ട്. പക്ഷേ എന്ത് സംഭവിച്ചില്ല? സ്വിച്ച് ഓൺ ചെയ്തിരിക്കുന്ന അവസ്ഥയിൽ കറണ്ടിന് മാറ്റമുണ്ടായില്ല. സർക്യൂട്ടിൽ കറണ്ട് ഉണ്ടെങ്കിലും കറണ്ടിന് ഗ്രോത്തും ഉണ്ടായില്ല, കറണ്ടിന് ഡീക്കേയും ഉണ്ടായില്ല. അതായത് കൂടലും ഉണ്ടായില്ല, കുറയലും ഉണ്ടായില്ല, കറണ്ടിന് മാറ്റമുണ്ടായില്ല. കറണ്ടിന് മാറ്റമുണ്ടായില്ലെങ്കിൽ കാന്തിക ഫ്ലക്സ് ഉണ്ട് എങ്കിൽ പോലും ഫ്ലക്സിന് മാറ്റമില്ല. ഫ്ലക്സിന് മാറ്റമുണ്ടെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കുകയുള്ളൂ? EMF ഇൻഡ്യൂസ് ചെയ്യുകയുള്ളൂ. അപ്പോൾ ഇവിടെ EMF ഇൻഡ്യൂസ് ചെയ്യുകയും കറണ്ട് ഉണ്ടാവുകയും ചെയ്യണമെങ്കിൽ ഫ്ലക്സിന് മാറ്റമുണ്ടാകണം. സെക്കൻഡറി കോയിൽ ഇരിക്കേണ്ടത് ചേഞ്ചിങ് മാഗ്നറ്റിക് ഫ്ലക്സിലായിരിക്കണം. അങ്ങനെ മാറ്റമുണ്ടാകണമെങ്കിൽ ഒരു മാർഗം, ഈ സർക്യൂട്ടിൽ തുടർച്ചയായി ഇവിടെ ചലനമുണ്ടാകണമെങ്കിൽ ഒരു മാർഗം നിങ്ങൾക്ക് പറയാമോ? ഇവിടെ നിങ്ങൾ കണ്ട ഒരു കാര്യം, ഞാൻ അയൺ കോർ വെച്ച സമയത്ത് ഇവിടെ ഗാൽവനോമീറ്ററിൻ്റെ ഡിഫ്ലക്ഷൻ എന്ത് സംഭവിച്ചു? കൂടി. അതിൻ്റെ അർത്ഥം ഉണ്ടായ പ്രേരണം ചെയ്ത EMF കൂടി, ഈ സർക്യൂട്ടിലൂടെയുള്ള വൈദ്യുതി കൂടി. അപ്പോൾ അയൺ കോറിന് വച്ചപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചുവെന്ന് നമുക്ക് പറയാമോ? ഒന്ന് ശ്രമിച്ചു നോക്കൂ. ഞാൻ നേരത്തെ പറഞ്ഞു അയൺ കോറിന് പെർമിയബിലിറ്റി കൂടുതലാണ്. അയൺ കോർ വെച്ച സമയത്ത് എന്ത് സംഭവിച്ചു? അയൺ കോറിന് പെർമിയബിലിറ്റി ഉണ്ട്. അയൺ കോറിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? അയണിൻ്റെ പ്രത്യേകത സസെപ്റ്റിബിലിറ്റി വളരെയധികം കൂടിയ ഒരു മെറ്റലാണ് അയൺ. അപ്പോൾ എന്ത് സംഭവിച്ചു? അവിടെ ബലരേഖകളുടെ സാന്ദ്രത കൂടി, ഫ്ലക്സ് ചേഞ്ച് കൂടി. ആയതിനാൽ സെക്കൻഡറി കോയിലിൽ എന്ത് സംഭവിച്ചു? ഉണ്ടാകുന്ന EMFൻ്റെ അളവും പ്രേരിത വൈദ്യുതിയുടെ അളവും കൂടി. സെക്കൻഡറി കോയിൽ തുടർച്ചയായി വൈദ്യുതി പ്രേരണം ചെയ്യണമെങ്കിൽ ഒരു മാർഗം നിങ്ങൾക്ക് പറയാമോ? ശ്രദ്ധിക്കൂ, ഞാനിവിടെ സ്വിച്ച് ഓണും ഓഫും ചെയ്യുന്ന സമയത്ത് ഗാൽവനോമീറ്റർ ഡിഫ്ലക്ഷൻ, നീഡിലിൻ്റെ ഡിഫ്ലക്ഷൻ ശ്രദ്ധിക്കൂ. തുടർച്ചയായി വൈദ്യുതി ഒഴുകുന്നു അല്ലേ? അപ്പോൾ സ്വിച്ച് ഓണും ഓഫും ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? വൈദ്യുതിയുടെ അളവ് കൂടുന്നു, കുറയുന്നു, കൂടുന്നു, കുറയുന്നു, വൈദ്യുതി ഇല്ലാതാകുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? കറണ്ടിന് ചേഞ്ച് ഉണ്ടാകുന്ന സമയത്ത് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാകുന്നു പ്രൈമറിയിൽ. ആ ചേഞ്ചിങ് ഫ്ലക്സിൽ സെക്കൻഡറി ഇരിക്കുന്നതിനാൽ തുടർച്ചയായി അവിടെ വൈദ്യുതി ഉണ്ടാകുന്നു. മനസ്സിലായോ? ഈ പ്രതിഭാസത്തെയാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇതൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ലേ? തുടർച്ചയായി സെക്കൻഡറി സർക്യൂട്ടിൽ വൈദ്യുതി ഉണ്ടാകാനായിട്ട് ഞാൻ എന്ത് ചെയ്തു? പ്രൈമറിയിൽ ഘടിപ്പിച്ചിരിക്കുന്ന, പ്രൈമറി കോയിലുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ പ്രൈമറി സർക്യൂട്ടുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന സ്വിച്ച് ഓണും ഓഫും ചെയ്യേണ്ടി വന്നു. അത് നമുക്കൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ലേ? നമുക്ക് തുടർച്ചയായി സെക്കൻഡറിയിൽ വൈദ്യുതി ലഭിക്കാനായിട്ട് വേറൊരു മാർഗമുണ്ട്. നിങ്ങൾക്ക് പറയാമോ? തുടർച്ചയായി ക്രമമായ ഇടവേളകളിൽ വ്യത്യാസം വരുന്ന ഒരു വൈദ്യുതിയെക്കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആർക്ക് പറയാം? അതെ അതെ, കറക്റ്റ്, വെരി ഗുഡ്, AC വൈദ്യുതി. അങ്ങനെയെങ്കിൽ ഈ പ്രൈമറി കോയിലിൽ AC ഘടിപ്പിച്ചാൽ പോരെ? അതെ, ഓക്കെ, നമുക്കത് നോക്കാം. ഈ പ്രവർത്തനത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് നമുക്ക് നോക്കാം. നിങ്ങൾക്കിവിടെ ഒരു സർക്യൂട്ട് കാണാം. പച്ചരിമ്പ് കോറിന് ഞാനിങ്ങോട്ട് വെളിയിലോട്ട് എടുക്കുകയാണ്. ഇത് നമ്മുടെ പ്രൈമറി കോയിൽ. ഓക്കെ, പ്രൈമറി കോയിൽ ഒരു AC സ്രോതസ്സുമായി ഘടിപ്പിച്ചിരിക്കുകയാണ്. ഇത് സ്വിച്ചാണ്. ഇതിനെക്കുറിച്ച് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. ഇത് പ്രൈമറി കോയിൽ.
ഇതൊരു സെക്കൻഡറി കോയിൽ. ഈ സെക്കൻഡറി കോയിലിൽ ഈ ഒരു പ്രവർത്തനത്തിൽ ഔട്ട്പുട്ടിൽ സെക്കൻഡറി സർക്യൂട്ടിൽ കറണ്ട് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് നമ്മൾ ഗാൽവനോമീറ്റർ ഉപയോഗിച്ചെങ്കിൽ ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് നിങ്ങൾക്കറിയാം, ഇത് LED ഉപയോഗിക്കുന്നു. ഇത് തമ്മിൽ പരസ്പരം ഒരു കോണ്ടാക്റ്റും ഇല്ല. ഇവിടെ നിന്നോ ഇവിടേക്ക് വയറൊന്നും കണക്ട് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വ്യക്തമായി കാണാവുന്നതാണ്. ഞാനിവിടെ ഈ വൈദ്യുതി സ്രോതസ്സ് ഇതിലൂടെ വൈദ്യുതി പ്രവഹിക്കാനായിട്ട് ഞാൻ ഈ സ്വിച്ച് ഓൺ ചെയ്യുകയാണ്. LED പ്രകാശം ഉണ്ടോ? LED പ്രകാശിച്ചോ? ഞാൻ വളരെ അടുത്ത് കൊണ്ടുവന്നു. ഓക്കെ. അപ്പോൾ ഇവിടെ ഉണ്ടായെങ്കിൽ തന്നെ, ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടായെങ്കിൽ തന്നെ അത് LED പ്രകാശിപ്പിക്കാൻ മാത്രം, നന്നായി പ്രകാശിപ്പിക്കാൻ മാത്രമുള്ള ഇൻഡ്യൂസ്ഡ് കറണ്ട് ഇതിനകത്ത് ഉണ്ടായിട്ടില്ല. ഉണ്ടെങ്കിൽ തന്നെ വളരെ ഫീബിളായിരുന്നത്. ഇനി ഇവിടെയുള്ള ഇൻഡ്യൂസ്ഡ് കറണ്ടിനെ കൂട്ടാനായിട്ടുള്ള മാർഗം എന്താണ്? നേരത്തെ നമ്മളവിടെ ചെയ്തല്ലോ, പച്ചരിമ്പ് കോർ ഉപയോഗിച്ചു. ഞാൻ പച്ചരിമ്പ് കോർ ഉപയോഗിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ അവിടെ തുടർച്ചയായി വൈദ്യുതി ഉണ്ടാക്കാനായിട്ട് എന്ത് ചെയ്തു? സ്വിച്ച് ഓൺ ചെയ്തു, ഓഫ് ചെയ്തു. തുടർച്ചയായി ഓണും ഓഫും ചെയ്തുകൊണ്ടിരുന്നു. ഞാനിവിടെ സ്വിച്ച് ഓൺ ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. ഇനി നോക്കൂ, കാണുന്നുണ്ടല്ലോ, LED പ്രകാശിക്കുന്നുണ്ട്. തുടർച്ചയായി പ്രകാശിക്കുന്നില്ലേ? പ്രൈമറിയിൽ എന്ത് കറണ്ടാണ് നമ്മൾ കൊടുത്തത്? AC. അതെന്ത് ചെയ്യുന്നു? ദിശ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദിശ മാറിക്കൊണ്ടിരിക്കുമ്പോൾ സെക്കൻഡറിയിൽ ഒരു EMF പ്രേരണം ചെയ്യുകയും തുടർച്ചയായി വൈദ്യുതി ഒഴുകുന്നുണ്ട്. അതെങ്ങനെ നമുക്കറിയാം തുടർച്ചയായി വൈദ്യുതി ഒഴുകുന്നുണ്ടെന്ന്? നമുക്കെങ്ങനെ ഉറപ്പിക്കാം? നിങ്ങൾ ആ LED ശ്രദ്ധിക്കൂ. ആ LED തുടർച്ചയായി കത്തി നിൽക്കുകയാണ്. മനസ്സിലായോ? നിങ്ങൾക്ക് ഈ പ്രവർത്തനം ഇഷ്ടപ്പെട്ടല്ലോ. അപ്പോൾ നമ്മളിവിടെ കണ്ട പ്രവർത്തനത്തിൽ പ്രൈമറിയിൽ കൊടുത്തത് AC ആണ്, സെക്കൻഡറി ലഭിച്ച തുടർച്ചയായ ഒരു വൈദ്യുതിയാണ്. വൈദ്യുതി കൂട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു പച്ചരിമ്പ് കോർ വെച്ചു. നമുക്ക് AC കൊടുക്കുമ്പോൾ, പ്രൈമറിയിൽ AC കൊടുക്കുമ്പോൾ നിങ്ങൾക്കറിയാം ക്രമമായി ദിശ മാറുന്ന വൈദ്യുതിയാണ്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന കാന്തിക ഫ്ലക്സിനും ക്രമമായി ദിശ മാറിക്കൊണ്ടേയിരിക്കുന്നു. So there is a change in flux and the secondary coil is kept in the changing flux of the primary coil. As a result, an EMF is induced in the secondary coil and the current flows through the secondary coil. അതുകൊണ്ടാണ് ഇവിടെ LED തുടർച്ചയായി പ്രകാശിച്ചത്. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇവിടെ പച്ചരിമ്പ് കോർ വെച്ചപ്പോൾ എന്തുകൊണ്ട് LED നന്നായി പ്രകാശിച്ചു? അതിനുത്തരവും നിങ്ങൾക്കറിയാം. നമ്മൾ നേരത്തെ വിശദീകരിച്ചതാണ്. പച്ചരിമ്പ് കോർ വയ്ക്കുമ്പോൾ ഫ്ലക്സ് സാന്ദ്രത കൂടുകയും ഇൻഡ്യൂസ്ഡ് EMFൻ്റെ അളവ് അഥവാ ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ അളവ് വളരെയധികം കൂടുകയും ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇതാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. ഈ രണ്ട് പ്രവർത്തനങ്ങളും നിങ്ങൾക്ക് നന്നായി മനസ്സിലാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട മ്യൂച്വൽ ഇൻഡക്ഷൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ചില ഉപകരണങ്ങളുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അതിനു മുൻപേ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു അസൈൻമെൻറ്റ് ഞാൻ നിങ്ങൾക്ക് തരികയാണ്. ആ അസൈൻമെൻറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ശ്രദ്ധിക്കുക, നിങ്ങൾ ഈ ഒരു പ്രവർത്തനം വളരെ നന്നായി മനസ്സിലാക്കി എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ വരുന്നതിന് മുന്നേ ഞാൻ തരുന്ന ഈ അസൈൻമെൻറ്റ് സയൻസ് ഡയറിയിൽ അതിൻ്റെ ഉത്തരം എഴുതി വരിക. അസൈൻമെൻറ്റ് ഇതാണ്. നിങ്ങൾക്ക് അവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ആ ചിത്രം നിരീക്ഷിക്കുക. സ്വിച്ച് S ഓൺ ആക്കി വയ്ക്കുമ്പോൾ ബൾബ് പ്രകാശിച്ച ഉടൻ അണഞ്ഞു പോകുന്നതായി കാണുന്നു. ഇതിൻ്റെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ബൾബ് തുടർച്ചയായി പ്രകാശിക്കാനുള്ള മാർഗം നിർദ്ദേശിക്കുക. രണ്ടാമത്തെ ചോദ്യം, ബൾബ് പ്രകാശിക്കാൻ കാരണമായ പ്രതിഭാസം ഏത്? മൂന്നാമത്തെ ചോദ്യം, പ്രസ്തുത പ്രതിഭാസം നിർവചിക്കുക. ഈ ചിത്രത്തിലുള്ള P
ക്യൂ കോയിലുകളെ ഏത് പേരിൽ വിളിക്കുന്നു? ഒബ്സർവ് ദ ഫിഗർ. When the switch S is turned on, the bulb suddenly glows and it turns off. Question number 1. Suggest a method for the continuous glowing of the bulb. Second question. Name the phenomenon behind this. Third one. Define it. And the fourth question. What are the names of the coils P and Q? അപ്പോൾ നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഈ അസൈൻമെൻറ്റ് നിങ്ങളുടെ സയൻസ് ഡയറിയിൽ ചെയ്തിട്ട് വരിക. സംശയങ്ങൾ നിങ്ങളുടെ ഫിസിക്സ് അധ്യാപകരുമായിട്ട് പങ്കുവെക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.